ഈ കോവിഡ് കാലത്ത് ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഇക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നോക്കൂ, നമ്മളുടെ ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇന്ത്യൻ ഇക്കോണമിയിൽ വരുന്ന പോർഷൻസ് എല്ലാം തന്നെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് 6ാം ക്ലാസ് മുതൽ നമ്മൾ ഈ ഇന്ത്യൻ ഇക്കോണമിയിൽ കൂടി നമ്മൾ പറഞ്ഞു വരുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞതാണ്. അപ്പം നമ്മളുടെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഞാനിത് പറയാൻ കാരണം വളരെ ഈസി സബ്ജക്റ്റാണ്. വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഈ സബ്ജക്റ്റിനെ സമീപിക്കാനായിട്ട്. മുൻപ് അറിഞ്ഞതും കേട്ടറിഞ്ഞതും പഠിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയിൽ കൂടിയിട്ട് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആയിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നോക്കൂ, നമ്മളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. നമ്മൾക്ക് മലയാളത്തിലും എക്സാം എഴുതാം. പക്ഷേ നിങ്ങൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് നല്ല ഒരു അടിത്തറ ഇംഗ്ലീഷിനുണ്ടായിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എക്സാം എഴുതേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ മലയാളത്തിൽ എക്സാം എഴുതരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നമ്മളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ മെൻ്റൽ കണക്റ്റിലൂടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾക്ക് കടക്കാം. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിച്ചതാണ്. ഈ ചാപ്റ്റർ എന്നുള്ളതല്ല, ഇന്ത്യൻ ഇക്കോണമി പഠിച്ചതാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം 1947 നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. ഓഗസ്റ്റ് 15 ആണ് നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, അല്ലേ? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇൻഡിപെൻഡൻസ് കിട്ടി എന്നുള്ളത് നമുക്കറിയാം. 2 രാജ്യങ്ങളായി ഇന്ത്യ, പാകിസ്ഥാൻ. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണ്? ഈവ് എന്ന് പറഞ്ഞാൽ ഈവ് ഓഫ് ന്യൂ ഇയർ ഈവ് നമ്മൾ കേൾക്കുന്നതാണ്, ക്രിസ്മസ് ഈവ് നമ്മൾ കേൾക്കുന്നതാണ്, അല്ലേ? ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് തൊട്ട് മുന്നേ ആയിട്ട്. ഓക്കെ, ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് തൊട്ട് മുന്നേ ആയിട്ട്. ഈവ് ഓഫ് ന്യൂ ഇയർ ഈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ഇയറിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ ഇൻഡിപെൻഡൻസിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടി പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നമ്മളുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. National income was very low during the time of British rule in India. ആ സമയത്ത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യേണ്ടായി, കണക്കാക്കുകയുണ്ടായി. ആരെല്ലാമാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത്? നിങ്ങൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേരും ബൈഹാർട്ടാക്കേണ്ടതാണ്. ആരൊക്കെയാണ് നോക്കൂ, നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കൂ. ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഫിൻലെ ഷിറാസ്, VKRV റാവു ആൻഡ് RC ദേശായി. ആരൊക്കെയാണ്? ഒന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കൂ, പഠിച്ചിരിക്കണം. നമ്മൾക്ക് 1 വേർഡായിട്ട് എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ് വരുന്നത്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഫിൻലെ ഷിറാസ്, VKRV റാവു ആൻഡ് ലാസ്റ്റ് വൺ is RC ദേശായി. ഈ ആളുകളിൽ, ഈ പ്രമുഖരായ 5 എസ്റ്റിമേറ്റേഴ്സിൽ
ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് VKRV റാവു ആണ്. ഓക്കെ, നോക്കൂ, VKRV റാവുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ആ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. സോ VKR റാവു ഇസ് കൺസിഡേർഡ് ടു ബി എ നോട്ടബിൾ അല്ലെങ്കിൽ എമിനൻറ്റ് എമംഗ് ദ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോണത് എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ മെയിൻ മോട്ടീവ്സ് എന്ന് പറയുന്നത് ടൂഫോൾഡ് മോട്ടീവ്സ് ആയിരുന്നു, ടൂഫോൾഡ് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു അവർക്ക് ഏറ്റവും അധികം അവരുടെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ ടൂഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടു എക്സ്പോർട്ട് റോ മെറ്റീരിയൽസ് ഫ്രം our country to their home country. To export raw materials from our domestic country for their industries. അതായിരുന്നു മോട്ടീവ് നമ്പർ 1. ഓക്കെ, ഇനി വാട്ട് വാസ് ദ മോട്ടീവ് നമ്പർ 2? മോട്ടീവ് നമ്പർ 2 വാസ് ടു ഇമ്പോർട്ട് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഫ്രം their country to our country and find the market for those goods. ഓക്കെ, രണ്ട് മോട്ടീവ്സാണ്. ഒന്ന്, ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് അവരുടെ ഹോം കൺട്രിയിലേക്ക് കയറ്റി അയക്കുക. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റി അയച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ചീപ്പായിട്ട് വിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലക്ഷ്യത്തിൽ കൂടിയിട്ടാണ് അവർ നമ്മളെ ഏറ്റവും അധികം ചൂഷണം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ടുള്ള നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥകൾ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോണത് ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾ പറയാനായിട്ട് പോണത്. വൺ ഇസ് ദ ലോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അപ്പോൾ എന്താണ് ലോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രിട്ടീഷേഴ്സ് ഹാഡ് ടൂഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് മെയിനായിട്ടുള്ള റീസൺ ഫോർ ദ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് to use India as a source of raw materials to Britain. രണ്ടാമത്തത് ടു കൺവേർട്ട് ഇന്ത്യ ഇൻ ടു എ മാർക്കറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ ദിസ് വാസ് ദ വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. ഇനി ബാക്കി കാരണങ്ങൾ എന്തൊക്കെയാണ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട്? നെക്സ്റ്റ് റീസൺ ഇസ് ദ ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി ലെഡ് ടു ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. നമ്മളുടെ ഇക്കോണമി സ്റ്റാഗ്നേറ്റഡായി, മുരടിച്ച പോലെയായി. നമ്മളുടെ ഇന്ത്യൻ ഇക്കോണമി വാസ് സ്റ്റാഗ്നേറ്റഡ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അവരുടെ പോളിസികൾ കാരണം ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇൻ എ സ്റ്റേജ് ഓഫ് സ്റ്റാഗ്നേഷൻ. ഓക്കെ, ആൻഡ് നാഷണൽ ഇൻകം was estimated during the colonial period by the estimators like നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദാദാഭായ് നവറോജി, ഫിൻലെ ഷിറാസ്, വില്യം ഡിഗ്ബായ്, RC ദേശായ് ആൻഡ് VKRV റാവു.
ഓക്കെ, സോ മൂവ് ടു ദ അഗ്രികൾച്ചർ സെക്ടർ. എങ്ങനെയായിരുന്നു അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഓർ ഡ്യൂറിങ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്? നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ വാസ് സ്റ്റാഗ്നേറ്റഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ഇറ്റ് വാസ് സ്റ്റാഗ്നേറ്റഡ്, മുരടിച്ച അവസ്ഥയായിരുന്നു. എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ? ഫസ്റ്റ് വൺ ഇസ് ദ, നോക്കൂ എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കണം, ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഫസ്റ്റ് റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ ടൈം ഓഫ് കൊളോണിയൽ റൂൾ വാസ് ദ എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. എന്താണ്? ഫസ്റ്റ് വൺ ഇസ് ദ, പഠിച്ചോളൂ എന്നിട്ട് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ ഇസ് ദ exploitative land settlement system. Second one is the low level of technology. Third one is the low level of fertilizer use. Fourth one is the lack of irrigational facilities. Okay, so these are the reasons for the stagnation of agriculture during the colonial rule. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ സെമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റയോട്ട് വാരി സിസ്റ്റം എന്നുള്ള 3 സിസ്റ്റങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളിവിടെ പറയാനായിട്ട് പോണത് ഈസ് എബൌട്ട് ദ സെമീന്ദാരി സിസ്റ്റം. ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് വാരണാസി. പിരമിഡ് കാണാം. ആ പിരമിഡിൽ അപ്പെക്സിൽ യു ക്യാൻ സീ ദാറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് ദ ബോട്ടം പാർട്ട് ബേസ് ലെവൽ യു ക്യാൻ സീ ദ ഫാമേഴ്സ്. ബിറ്റ്വീൻ ദം യു ക്യാൻ സീ ദ സെമീന്ദാസ്. സോ ഹൂ ആർ ദ സെമീന്ദാസ്? എന്താണ് സെമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ദിസ് സെമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ് ഇൻ ദ ഇയർ 1793. ഓക്കെ, അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. And it was introduced in the states of Bihar, അല്ലെങ്കിൽ provinces of Bihar, Bengal, Orissa and Varanasi. It is also known as permanent settlement system. Okay, according to this system, Semindas are given the right to collect revenue from the farmers to the government and pay it to the government. They are considered to be actually the landlords. Semindas are considered to be the landlords or owners of the land. Clear ayallo? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യയാണ് പറയുന്നത്. നമ്മൾ 2 ഇമ്പാക്റ്റുകൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ദ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു, സ്റ്റാഗ്നേഷൻ നമ്മൾ പറഞ്ഞു, സെമീന്ദാരി സിസ്റ്റം പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇസ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. വാട്ട് വാസ് ദ കണ്ടീഷൻ, വാട്ട് വാസ് ദ പ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ? അപ്പം നമുക്ക് നോക്കാം. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ സമയത്ത്, കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഓക്കെ, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ്. നമ്മൾ ഏറ്റവും മുന്നിൽ നിന്നിരുന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. ലോകത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്ലൈൻഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. India became a mere exporter of raw material and importer of finished product from Britain during the colonial period.
ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് 19th century, ശ്രദ്ധിക്കുക, ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് 19th century മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗാൻ ടു ഗ്രൂ അപ്പ്. ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ്, മോഡേൺ ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡ് ഹാഫ് ഓഫ് 19th centuryയിൽ ഡെവലപ്ഡ് ആയത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ കോട്ടൺ മിൽസ്. എവിടെയായിരുന്നു കോട്ടൺ മിൽസ്? വെയർ ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആൻഡ് ഇറ്റ് വാസ് ബൈ ഇന്ത്യൻസ് ആയിരുന്നു അത് നടത്തിയിട്ടുണ്ടായിരുന്നത്. കോട്ടൺ മിൽസ് were located in Maharashtra and Gujarat and it were owned and operated by Indians. Okay, clear? The second one is the jute mills that were in Bengal and it was dominated by foreigners. Okay, next one is TISCO, that is Tata Iron and Steel Company, that was located in Jamshedpur in Bihar and it was started in the year 1907. Okay, clear? But the contribution of GDP, what is GDP? Gross Domestic Product was very low. എന്താണ് GDP എന്ന് പറഞ്ഞാൽ? GDP is the money value of all goods and services produced in a domestic territory during an year. So the contribution of GDP during this period was very low. ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഈ സമയത്ത് വളരെ കുറവായിരുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡ്യൂറിങ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ്, ദ ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ ഇസ് ദ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇസ് ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് തേർഡ് വൺ ഇസ് ദ സ്റ്റാഗ്നേഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇനി ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങളിത് ക്ലിയറായിട്ട് പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എക്സാമിന് നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്, അറിഞ്ഞിരിക്കണം. നന്നായി വായിച്ചാൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും. എന്തെങ്കിലും നിങ്ങൾക്കറിയാത്തതായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി കാണും വരേക്കും ബൈ ബൈ, സീ യു.